നിലമ്പൂരിലെ നല്ലവരായ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും, നിങ്ങളുടെ ഓരോരാളുടെ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പം നിലമ്പൂരിലെ ഇലക്ഷൻ വരാൻ തന്നെ കാരണം PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ മാത്രമല്ല, അത് വസ്തുതയാണ്. ആ വസ്തുതകൾക്ക് ഇതുവരെയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടിയോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് മറുപടി തന്നെ ഇല്ല. അതാണ് ഈ നിലമ്പൂർ ഇലക്ഷൻ്റെ പ്രധാന കോർ. ആ ഒരു ആരോപണങ്ങളാണ് ഈ നിലമ്പൂർ ഇലക്ഷനിലേക്ക് തന്നെ എത്തിച്ചേർന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പിന്നെ ഇത്രയും കോടികൾ മുടക്കിക്കൊണ്ട് എന്തിനാണ് ഇലക്ഷൻ, അതിൻ്റെ ആവശ്യം എന്താണ്? അൻവറിന് കുറച്ചും കൂടി അതിൽ നിൽക്കാൻ പാടില്ലേ? പക്ഷെ അൻവർ ചെയ്തത് ഒരു കാരണവശാലും തെറ്റല്ല. അൻവർ ചെയ്തത് കൃത്യമായിക്കൊണ്ട്, അതായത് അൻവറിൻ്റെ മനസ്സാക്ഷിക്കുത്ത് എന്ന് പറയുമല്ലോ, അതായത് നമ്മൾ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. എൻ്റെ നേതാവ് കക്കുന്നുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അയാളെ ഒറ്റപ്പെടുത്തുകയും ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ അൻവറിന് പിന്നെ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ഒരു അൻവറിന് തന്നെ എന്തുണ്ട്, കാരണം അൻവർ ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്വതന്ത്രനാണ്. അപ്പോൾ ആ പാർട്ടിയുടെ വോട്ട് കൂടി കിട്ടിയിട്ടാണ് അൻവർ അവിടെ MLA ആയി വന്നത്. അതുകൊണ്ട് ആ MLA സ്ഥാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കളഞ്ഞുകൊണ്ടാണ് അൻവർ ഈ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അൻവറിനെ UDF എടുക്കാത്തതോ അല്ലെങ്കിൽ അൻവർ CPM നിന്ന് പുറത്തു വന്നതോ ഒന്നുമല്ല. അതൊക്കെയാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നുമല്ല വിഷയം. ഈ ഇലക്ഷൻ ഉണ്ടാവാനുള്ള കാരണം, ഇലക്ഷൻ്റെ കോർ എന്ന് പറയുന്നത് ഈ സുജിത് ദാസും അതുപോലെ തന്നെ അജിത് കുമാറും അതുപോലെ തന്നെ ദത്താത്രേയ ഹൊസബള്ളയും ഒരുപാട് RSSുമായിട്ടുള്ള നമ്മളുടെ ഈ ഭരിക്കുന്ന പിണറായി സർക്കാർ RSSുമായി കൊണ്ട് വളരെ നിഗൂഢമായി കൊണ്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ പുറത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് അൻവർ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള പല കേസുകളും, ഇപ്പം മാമി തിരോധനമായിക്കോട്ടെ, അതുപോലെ തന്നെ റിദാൻ ഫാസിൽ വധക്കേസായിക്കോട്ടെ, ഒരുപാട് വധക്കേസുകൾ, ഒരുപാട് കാര്യങ്ങൾ, കഞ്ചാവ് കേസുകൾ, മലപ്പുറത്തിൻ്റെ കേസുകളുടെ എണ്ണം തന്നെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സുജിത് ദാസ് അവിടെ പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്ന അതിഭീകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ. ഈ വെളിപ്പെടുത്തലുകൾ അൻവർ പറയുമ്പോൾ അൻവറിന് തന്നെ സ്വന്തം അറിയാം. കാരണം ഇത് ഇത്രക്കും എന്താണ് ഒരു ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പുറത്തു കൊണ്ടുവരുന്നത്, അത് എൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് അൻവറിന് അറിഞ്ഞിട്ട് പോലും അൻവർ അതൊന്നും വകവെക്കാതെ അൻവർ പ്രതികരിച്ചത് അൻവർ ഒരു ആൺകുട്ടി ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുന്നവരായി നമ്മൾ മാറാതെ അൻവറിനെ പോലെയുള്ള നേതാക്കളെയാണ് ഇന്നത്തെ സമൂഹത്തിന് നമുക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം അൻവറിനെ പോലെയുള്ള തൻ്റെ ഇടമുള്ള നേതാക്കളെയാണ്. അൻവർ എന്തുമായിക്കോട്ടെ, അൻവർ പറയുന്നത് മാറ്റി പറയുന്നവനോ അൻവറിൻ്റെ സ്വഭാവത്തെയോ അൻവറിൻ്റെ വ്യക്തിയെയോ നമ്മൾ വിലയിരുത്തേണ്ട ഒരാവശ്യവുമില്ല. അൻവർ പറയുന്ന കാര്യം, അൻവർ പറഞ്ഞ കാര്യം അത് എത്രത്തോളം സത്യമാണോ, അത് എത്രത്തോളം ഉള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രം മതി. ആര് പറയുന്നു എന്നല്ല, എന്ത് പറയുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ RSS ബന്ധം, അതായത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്?
ആ സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, എന്തുകൊണ്ട് ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ അതിനെ തടുക്കാൻ അവിടെ നമ്മുടെ സേനയെ ഉപയോഗപ്പെടുത്തിയില്ല, എന്തുകൊണ്ട് അവർക്കൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയില്ല? അപ്പൊ ഇതൊക്കെ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതായത് ഉദ്യോഗസ്ഥ തലങ്ങളിൽ, പ്രത്യേകിച്ച് പോലീസ്, ക്രമസമാധാനമുള്ള പോലീസ് മേഖലയിൽ RSSന്റെ BJPയുടെ അവിശുദ്ധമായി കൊണ്ടുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ അടുത്തായിട്ട് ജയിൽ ഉദ്യോഗസ്ഥർ ഒന്നിച്ചുകൂടി, RSS അനുഭാവികളായിട്ടുള്ള ജയിൽ ഉദ്യോഗസ്ഥർ ഒന്നിച്ചുകൂടി യോഗം ചേരുകയാണ്. ഇതുപോലെയുള്ള പല സൈലന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളും, വാട്സപ്പ് കൂട്ടായ്മകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ പല കാര്യങ്ങളും നിഗൂഢമായി കൊണ്ട് ഉള്ളിലൂടെ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. RSSന്റെ തന്ത്രം, RSSന് ഇപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കേരളത്തെ എങ്ങനെയെങ്കിലും പിടിക്കണം, കേരളത്തെ ഭരണം നമുക്ക് കൈകളിൽ ഒതുക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന്റെ മേലിലാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ അവർ ഏത് അക്രമ പ്രവർത്തനങ്ങളും അവർ അതിന്റെ പേരിൽ ചെയ്യാൻ മടിക്കാത്തവരാണ്. അത് നമുക്കറിയാം. അതാണ് തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് ഇവിടെ BJPക്ക് സീറ്റ് പോലും ഉണ്ടാവാൻ കാരണം. അതിനവർ തിരഞ്ഞെടുത്ത മാർഗം തൃശ്ശൂർ പൂരം കലക്കുക. എങ്ങനെയുണ്ട്? ഹിന്ദുക്കളുടെ മൊത്ത കച്ചവടക്കാരായ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ എല്ലാം ഹിന്ദുക്കളെ ഐക്യപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഈ RSS BJPക്കാർ ചെയ്ത പണി തൃശ്ശൂർ പൂരം, ഹൈന്ദവ ആചാരപ്രകാരം അവരുടെ അമ്പലത്തിൽ അവരത്രയും ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു ഉത്സവത്തെ അലങ്കോലപ്പെടുത്തിക്കൊണ്ട്, അവിടെ അക്രമം അഴിച്ചു വിട്ടുകൊണ്ട്, അതും ആരെ ഉപയോഗിച്ചുകൊണ്ട്? പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്. അതും ആരാണ് ചെയ്യുന്നത്? കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ പോലീസിലെ ക്രമസമാധാനത്തിന്റെ ചുമതലയിലുള്ള ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മൾ അറിയില്ല എന്ന മട്ടിൽ അനങ്ങാതെ നിൽക്കുകയാണ് ഈ പിണറായി ഗവൺമെന്റും അവരുടെ കൂട്ടാളികളും മന്ത്രിമാരും ചെയ്തിരിക്കുന്നത്. അതിന് വ്യക്തമായ ഡയറക്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ഒരു കാരണവശാലും അവർ പറയുന്നത് ഇപ്പൊ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ അജിത് കുമാറിന് ഉയർന്ന പോസ്റ്റിലേക്ക് DGP സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റിൽ അജിത് കുമാറിനെ ഉൾപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ ഭാവിക്ക് ഒരിക്കലും ഇനി ഭൂഷണമല്ല ഇപ്പോഴത്തെ ഗവൺമെന്റ്. ഞാനൊരു CPM വിരോധിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ ഒന്നുമല്ല. ഞാൻ നിഷ്പക്ഷമായിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുമ്പോൾ, ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ ഒരുപാട് അഴിമതി കേസുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ, മകൾക്കെതിരെ ഒരുപാട് കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ED അന്വേഷണം, അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഒരുപാട് അന്വേഷണങ്ങൾ ഇപ്പോൾ പെൻഡിങ്ങിലാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിക്കൊണ്ട് BJP പിണറായി വിജയൻ എന്ന് പറയുന്ന ആളെ ഉപയോഗിച്ചുകൊണ്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കരുവാക്കിക്കൊണ്ട് ഈ കേരളം പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ ചെയ്യും. അതിനിപ്പോൾ അവർ ചെയ്യുന്നത്, ഈ വരാൻ പോകുന്ന ഇലക്ഷനുകൾ 2026 വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ BJP കേരളത്തിലുടനീളം CPMനെ വിജയിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയും. അതാണ് ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിയെ നമ്മൾ വെക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല, അനാവശ്യമായ തെരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? BJP സ്ഥാനാർത്ഥിയെ വെക്കുന്നില്ല. കാരണം എന്താണ്? BJP വോട്ടുകൾ CPMലേക്ക് ഒഴുക്കണം, അതാണ് നിർദ്ദേശം. അതിനാണ് ഇപ്പോൾ അവിടെ ഒരു BJPയിൽ പോലും അല്ലാത്ത ഒരാളെ വെച്ചിട്ട് അയാൾക്ക് BJP അംഗത്വം കൊടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയാണ് ചെയ്തത്. ഇതൊക്കെ വ്യക്തമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്, വ്യക്തമായ നെക്സസ് ആണ്, അൻവർ പറയുന്ന നെക്സസ് ആണ്. അതിൻ്റെ ഇടയിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നത്. അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം. ഈ കോൺഗ്രസിലേക്കുള്ള പ്രവേശനവും നിഷേധിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, അൻവർ പറഞ്ഞിട്ടുള്ളത് ഈ IAS IPS
അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥ RSS നേതാക്കൾക്കെതിരെയാണ് അൻവർ പ്രതിരോധിച്ചിട്ടുള്ളത്, അൻവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ അൻവറിന് ഏത് പാർട്ടിക്കാരും സ്വീകരിക്കാത്ത രീതിയിൽ, പ്രത്യേകിച്ചും പ്രബലമായിട്ടുള്ള UDF. അൻവർ പ്രതീക്ഷിച്ചത് UDF ആണല്ലോ പ്രതിപക്ഷത്തുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ UDFന് CPMനെ പ്രതിരോധിക്കാനുള്ള നല്ലൊരു ചാൻസ് ആയിരുന്നു അൻവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും. പക്ഷേ അതിലൊന്നും വേണ്ടത്ര രീതിയിൽ പ്രതികരിക്കാനോ പ്രതിഷേധ പരിപാടികൾ പോലും സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ഇതുവരെയായിട്ടും അവർ അതിന് തുനിഞ്ഞിട്ടേയില്ല. എനിക്കോർമ്മയുണ്ട്, അൻവർ ഇതുപോലെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് പെട്ടെന്ന് ഒരു പത്രസമ്മേളനം VD സതീശൻ വിളിച്ചുകൊണ്ട് പറയുന്നത് ദത്താത്രേയ ഹൊസബിള്ളയുമായി കൊണ്ടുള്ള കൂടിക്കാഴ്ച, അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുന്നത്. എന്തുകൊണ്ട് ആ അപ്പോൾ VD സതീശന് അതിന് വ്യക്തമായിട്ടുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട്, അതിന് മുന്നേ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും കാലം VD സതീശൻ അത് പറയാതിരുന്നു? അതൊക്കെ ദുരൂഹമായ കാര്യങ്ങളാണ്, അതൊക്കെ ദുരൂഹമായി. ഇപ്പോൾ ഈ വിഷയങ്ങൾ അൻവർ ഉന്നയിച്ചിട്ടില്ല എങ്കിൽ ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. ഇവരൊക്കെ വെള്ളക്കുപ്പായം ഇട്ടുകൊണ്ട് ഈ ഉള്ളിലുള്ള കറുപ്പ് മനസ്സിനെ ആരും അറിയാതെ പോകുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ആ ഉള്ളിൽ ഒക്കെ കിടക്കുന്നവൻക്ക് രാപ്പനി അറിയൂ എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഇപ്പോൾ അൻവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ആ വിളിച്ചു പറയുന്ന സന്ദർഭത്തില് VD സതീശൻ അടക്കമുള്ള ആളുകൾ ഈ ഒരു കാര്യത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇപ്പോൾ പോലും ഈ ഇലക്ഷന്റെ സമയത്ത് പോലും UDFന് ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി അവർ തുനിയുന്നില്ല. എന്തുകൊണ്ടാണ്? അൻവർ പറഞ്ഞ കാര്യങ്ങൾ കളവാണോ? നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ നിഷ്പക്ഷമായിക്കൊണ്ട് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്താണ്? ഒരു വർഗീയ കലാപത്തിനുള്ള എല്ലാ കോപ്പുകൂട്ടലുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അണിയറയിൽ, പോലീസ് മേഖലയിൽ, പോലീസിന്റെ തലപ്പത്ത് അഴിച്ചുപണികള്, പോലീസിന്റെ എല്ലാ റിക്രൂട്ട്മെന്റുകളും, അതുപോലെ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റുകൾ, ഇതൊക്കെ വളരെ സുതാര്യമാണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. എത്രയോ ആൾക്കാർ PSC ലിസ്റ്റിൽ പെട്ടിട്ട് പോലും പോലീസിനും മറ്റു ഗവൺമെന്റ് ഉദ്യോഗ തലത്തിൽ പോലും ഇപ്പോഴും ഉദ്യോഗം ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ സീറ്റുകളൊക്കെ ഫില്ലാവുന്നുണ്ട്. എങ്ങനെ ഫില്ലാവുന്നു? അതൊക്കെ പിൻവാതിൽ നിയമനമാണ്. ഇതൊക്കെയാണ് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്, പ്രത്യേകിച്ചും നിലമ്പൂരിനെ ബാധിക്കുന്ന വിഷയമാണ്. അൻവർ പറഞ്ഞത് മലപ്പുറത്തുള്ള എത്രയോ യുവാക്കളുടെ പാസ്പോർട്ടുകൾ കേസുകളിൽ, വ്യാജ കേസുകളിൽ, നമ്മൾ വ്യാജ കേസ് എന്നൊക്കെ പറയുന്ന മുമ്പ് നമ്മൾ UPയിലൊക്കെ കേട്ടതാണ് വ്യാജ കേസുകൾ. ആ വ്യാജ കേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് യുവാക്കളുടെ പാസ്പോർട്ടുകൾ പിടിച്ചു വെച്ചുകൊണ്ട് അവര് വിദേശങ്ങളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ജോലി തേടി അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നതിനെ തടസ്സമിടുക. അങ്ങനെ ചെയ്യുമ്പോൾ ദാരിദ്ര്യമുണ്ടാവും, അവരുടെ കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ടാവും. പിന്നെ അവന് വേറെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്ന് കാണുമ്പോൾ അവർ പലരും പിന്നെ ഈ ലഹരിയിലേക്ക് നീങ്ങും. ഓൾറെഡി ഒരു ലഹരി ഉപയോഗിക്കാത്ത ഒരാളെ ലഹരി കേസിൽ ഉൾപ്പെടുത്തിയാൽ അയാളുടെ എല്ലാം നഷ്ടമായി. സമൂഹത്തിനിടയിൽ അവനെന്തായി? ലഹരി കച്ചവടക്കാരനായി. പിന്നെ അവനിക്ക് വേറെ മാർഗമില്ല, അവൻ ലഹരി കച്ചവടത്തിലേക്ക് അവൻ ഇറങ്ങുകയാണ്. അങ്ങനെയാണ് കേരളത്തിൽ ഈ പോലീസിനെ കൊണ്ട് തന്നെയാണ് ലഹരി ഇത്രയും വ്യാപകമാക്കിയിട്ടുള്ളത്. എന്തിനാണ് അങ്ങനെ വ്യാപകമാക്കുന്നത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ യുവാക്കൾ, പ്രത്യേകിച്ച് യുവജനത ഏറ്റവും നല്ലവണ്ണം വിദ്യാഭ്യാസം നേടുകയും വിദേശ രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് അവർ സമ്പാദിക്കുന്ന പണത്തുണ്ടുകൾ കേരളത്തിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജീവിത ശൈലി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾ അതീവ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കേരളത്തെ ഇത്തരം ഈ കാണുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാലും കേരളത്തിനെ പോലെയുള്ള ഒരു ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഏത് മേഖല എടുത്തു നോക്കിയാലും. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും തകർക്കണം.
ആ തകർക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ്? യുവാക്കളെ നശിപ്പിക്കുക എന്നതാണ്. ആ യുവാക്കളെ എങ്ങനെ നശിപ്പിക്കും? ലഹരി ഉപയോഗിച്ചുകൊണ്ട്, ലഹരിക്കടിമകളാക്കിക്കൊണ്ട്, യുവാക്കളുടെ ക്രിയാത്മകതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അവരുടെ ഉത്തരവാദിത്തമില്ലാത്തവരാക്കി അവരെ മാറ്റിക്കൊണ്ട്, കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരമില്ലാത്തവരാക്കി മാറ്റുക എന്നുള്ള ഒരൊറ്റ തന്ത്രമാണ് RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടപ്പിലാക്കുന്നത് തന്നെ ഈ അജിത് ദാസിനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഭീകരത എത്രത്തോളം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ എങ്ങനെയാണ് ഇത്തരം കേസുകൾ? ഈ അൻവർ ഈ വിഷയങ്ങൾ, ഈ ലഹരിക്കെതിരെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പോലീസുകാർ പോലും ഈ വിഷയത്തിൽ ലഹരി കേസുകൾ കൂടുതലായി പിടിക്കാൻ പോലും അവർ നിർബന്ധിതരാവുകയാണ്. ഇതൊന്നും ഗവൺമെന്റ് അറിയാതെയൊന്നല്ല, ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടിയാണ്. CPM ഗവൺമെന്റ് എന്ന് പറയുന്നത് CPM ഗവൺമെന്റ് അല്ല ഇപ്പോൾ ഭരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ CPM ഗവൺമെന്റ് ആണെങ്കിൽ ഇതിനൊന്നും അവർ കൂട്ടുനിൽക്കില്ല. പക്ഷേ നിർബന്ധവശാൽ അവർ അതിന് അടിമകളായി പോവുകയാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ പേരിലുള്ള കേസുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് RSS BJP വളരെ വിദഗ്ധമായി കൊണ്ടാണ് കേരളത്തിൽ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിലമ്പൂരിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഈ നിലമ്പൂർ ഇലക്ഷൻ ഇതൊരു വിലയിരുത്തലാണ്. ഇത് കേരള ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. 100% അർഹതപ്പെട്ടതാണ്. അൻവറിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ മുന്നിലും തല താഴ്ത്തേണ്ടി വരില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടുകളും ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയന്റെ ഈ ഒരു അഹങ്കാരത്തിനെതിരെ, ഈ ഒരു ധാർഷ്ട്യത്തിനെതിരെ, ഈ ജനങ്ങളോടുള്ള ഒരു പുച്ഛത്തിനെതിരെ, ഈ ജനങ്ങളോടുള്ള ഇത്തരം ഒരു അവഗണനക്കെതിരെ ഉള്ള ഓരോ പ്രതിഷേധമായിട്ട് ഈ ഇലക്ഷനിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ വിലപ്പെട്ട വോട്ടുകളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വോട്ടുകളും PV അൻവറിന് നിങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഞാനൊരു PV അൻവറിന് അനുയായി ഒന്നുമല്ല. ഈ വിഷയം നിഷ്പക്ഷമായി കൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് PV അൻവറിനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ നേതൃത്വത്തിൽ വരണം. ഇത്തരം തെറ്റുകളെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ആൺകുട്ടികൾ നമ്മുടെ കേരളത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും PV അൻവറിന് ചെയ്യുന്ന ഒരു വോട്ട് നിങ്ങൾ പാഴായി പോവുകയില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഓക്കെ, ജയ് ഹിന്ദ്.